2 ദിവസം നീണ്ടുനിന്ന ലോക സമാധാന ഉച്ചകോടി ദുബായിൽ സമാപിച്ചു. സമാധാന മാർഗങ്ങളിലൂടെ സംഘർഷങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന് UAE മന്ത്രി ഷെയ്ഖ് നഹ്യാൻ സമാപന ദിന സന്ദേശത്തിൽ പറഞ്ഞു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ സമാധാന ഉച്ചകോടിയിൽ സംബന്ധിച്ചിരുന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഏറ്റവും വലിയ സമാധാന സമ്മേളനമെന്ന കീർത്തിയുമായാണ് ഗ്ലോബൽ ജസ്റ്റിസ് ലവ് ആൻഡ് പീസ് സമ്മിറ്റ് 2025 ദുബായിൽ സമാപിച്ചത്. 12 നൊബേൽ സമ്മാന ജേതാക്കൾ നടത്തിയ പീസ് ചാർട്ടർ പ്രമേയത്തോടെ ഉച്ചകോടി സമാപിച്ചു. മാനവരാശിക്ക് ഒരു പ്രണയലേഖനമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ഈ പ്രമേയം. നീതി, തുറന്ന സംഭാഷണം, നന്മ, സ്നേഹം, സ്വാതന്ത്ര്യം എന്നീ മൂല്യങ്ങളോടുള്ള സമർപ്പണത്താൽ നയിക്കപ്പെടുമ്പോൾ മാത്രമേ യഥാർത്ഥ സമാധാനം ഉണ്ടാകൂവെന്ന് ഉച്ചകോടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു. ലോക സമാധാനത്തിന് ദുബായ് ഉച്ചകോടി ഒരു തുടക്കമാകുമെന്ന് ഉച്ചകോടിയുടെ സംഘാടക സമിതി ഡയറക്ടറായ മലയാളി രാജേഷ് അബ്രഹാം ജയ്ഹിന്ദ് ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സമ്മിറ്റിന്റെ ഫോക്കസ് ഹ്യൂമൻ ഇമോഷൻസ് ഓഫ് ലവ്, justice and peace. Conceptually നോക്കിയാൽ what we think in the summit is if you have peace inside yourself, then that leads to love, and when that leads to love, you will be just to everyone. So that is the whole percept. ഉച്ചകോടിയുടെ സമാപന ദിവസം ഉദ്ഘാടനം ചെയ്തതും മുഖ്യ പ്രഭാഷണം നിർവഹിച്ചതും UAE സഹിഷ്ണുത സഹവർത്തിത്വ കാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനായിരുന്നു. രാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനം കൊണ്ടുവരുമ്പോൾ മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുകയാണെന്ന് ഷെയ്ഖ് നഹ്യാൻ പറഞ്ഞു. അതേസമയം എന്തുകൊണ്ട് ദുബായ് തെരഞ്ഞെടുത്തുവെന്ന ചോദ്യത്തിനും ഇതായിരുന്നു സംഘാടകരുടെ മറുപടി. ദുബായ് സെലക്ട് ചെയ്ത് UAE is the only country where there is a ministry of tolerance and happiness. Yes. And so that was one important factor, where Dubai easily accessible from all over the world. Dubai is known for its harmony and its ability to have many religions ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ 2 ദിവസത്തെ ഉച്ചകോടിയിൽ സംബന്ധിച്ചു. ഇപ്രകാരം കൃതജ്ഞത, ക്ഷമ, സ്നേഹം, വിനയം, ദാനം, ഉൾക്കൊള്ളൽ, സത്യം എന്നീ 7 മാനുഷിക മൂല്യങ്ങൾ വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ദുബായ് ഉച്ചകോടി ഊന്നിപ്പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന ഉച്ചകോടിക്കാണ് ദുബായ് നഗരം സാക്ഷ്യം വഹിച്ചത്. മാനുഷിക മൂല്യങ്ങൾ നഷ്ടമാകുന്ന പുതിയ കാലഘട്ടത്തിൽ ഈ ഉച്ചകോടി പുതിയ ആശയങ്ങളാണ് ലോകത്തിന് സമർപ്പിച്ചത്. ദുബായ് എക്സ്പോ സിറ്റിയിൽ നിന്നും ക്യാമറമാൻ ധനീഷിനൊപ്പം എൽവിസ് കുമാർ, ജയ്ഹിന്ദ് ന്യൂസ്.